അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മടിക്കേരി ടൗണിലാണ്. അതായത് ഒരുപാട് ചരിത്രമുറങ്ങുന്ന മടിക്കേരി ടൗൺ. എൻ്റെ പുറകിൽ കാണുന്ന വളരെ മനോഹരമായ വ്യൂ ആണ് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ മഴക്കാലത്തിൻ്റെ ആരംഭമായതുകൊണ്ട് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. വൈകുന്നേരം ഇപ്പോൾ 5 മണി സമയത്ത്. ഇതാണ് മടിക്കേരി ടൗണിലേക്കുള്ള വഴികളൊക്കെ. ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു നഗരം കൂടിയാണ് മടിക്കേരി ടൗൺ. അതേപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇത് കൂർഗ് മടിക്കേരി ടൗണിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇതാണ് മൈസൂരിൽ നിന്നും അതേപോലെ തന്നെ മംഗലാപുരത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകൾ ഈ ഓട്ടോറിക്ഷ വരുന്ന ഭാഗത്ത് കൂടിയാണ് മടിക്കേരി ടൗണിലേക്ക് അതേപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡുകളിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. ഇത് നേരെ പോകുന്നത് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ റോഡ്. മടിക്കേരി ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന, ഒരുപക്ഷെ മടിക്കേരി ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ട്രെൻഡ്സിൻ്റെ ഒരു ഷോറൂമുണ്ട്. അതേപോലെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ വഴി നേരെ താഴോട്ട് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡിലേക്കും അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കും പോകുന്ന റോഡാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. തൊപ്പി തലയിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു സൗന്ദര്യവും വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയാൻ വന്ന വിഷയം ഇതാണ് മടിക്കേരി ടൗണ്. ഈ പുറകുവശം ഈ താഴോട്ടാണ്, ഇതിൻ്റെ താഴെ നിന്ന് വരുന്ന റോഡാണ്. KSRTC നിന്നും അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന റോഡാണ് താഴെ കാണുന്നത്. ആ ബസ്സിൻ്റെ പേര് ഇത്. ഈ ഭാഗത്തേക്കാണ് നമ്മുടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. മടിക്കേരി മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തോട്ടാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന വിഷയം ഇവിടെ അടുത്തുള്ള പള്ളികളെക്കുറിച്ചാണ്. മടിക്കേരി ടൗണിൽ ഒരുപാട് പള്ളികളുണ്ട്. ഒരുപാട് മുജാഹിദിൻ്റെ പള്ളിയുണ്ട്. പിന്നെ പല വിഭാഗക്കാരുടെയും പള്ളികളുണ്ട്. നമുക്ക് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ഒരു പള്ളിയിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. കാണുന്നത് ഞാൻ അവിടെ മുമ്പ് നിന്നിരുന്ന ആ സർക്കിളാണ്. ആ സർക്കിളിൽ നിന്ന് നേരെ ഈ ഓട്ടോകളൊക്കെ വരുമ്പോൾ നേരെ ഇങ്ങോട്ട് വന്നാൽ ഈ സർക്കിളിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു പള്ളി മിനാർ നിങ്ങൾ കാണുന്നുണ്ടാവും. അതേപോലെ ഒരുപാട് പള്ളികളുണ്ട് ഈ ഭാഗത്ത്. ഈ ഭാഗത്തിലൂടെ നമ്മൾ റൈറ്റിലേക്ക് എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ, സർക്കിൾ കഴിഞ്ഞ് നേരെ വലതുവശം ചേർന്ന് പോയി കഴിഞ്ഞാൽ ഒരു പള്ളിയുണ്ട്. അവിടെ നിന്ന് നേരെ വലതുവശം ചേർന്ന് നമ്മൾ മുകളിലേക്ക് നടക്കുമ്പോൾ, കുറച്ച് മുകളിലേട്ടായിട്ടാണ് പള്ളിയുള്ളത്. ആ മുകളിലേക്ക് നടക്കുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് മാഷാ അല്ലാഹ് MM ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ഷാഫി മദ്ഹബിൻ്റെ കീഴിലുള്ള, അല്ലെങ്കിൽ റഹ്മാനിയ ജുമാ മസ്ജിദ്, MM മസ്ജിദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. മാഷാ അല്ലാഹ് വളരെ വിശാലമായ എല്ലാ സൗകര്യവുമുള്ള ഒരു പള്ളിയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എവിടെയും യാത്രയും വിനോദസഞ്ചാരവും ഒക്കെ നടത്തുമ്പോഴും നമ്മൾ നിസ്കാരം ഒരിക്കലും നിസ്കരിക്കാതിരിക്കരുത്. നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിസ്കരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.